ഇടുക്കി തൊടുപുഴയിൽ വളർത്തുനായയ്ക്ക് ഉടമയുടെ ക്രൂരമർദ്ദനം. ശരീരമാകെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം നായയെ ഉടമ തെരുവിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വിളിച്ചിട്ട് വന്നില്ല എന്ന കാരണത്താലാണ് നായയെ മർദ്ദിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. സംഭവത്തിൽ എന്തായാലും തൊടുപുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തൊടുപുഴ മുതലക്കോടത്ത് നിന്നാണ് അനിമൽ റെസ്ക്യൂ ടീം നായയെ കണ്ടെത്തുന്നത്. നായയുടെ ദേഹമാസകലം മുറിവേറ്റിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് റെസ്ക്യൂ ടീം അംഗങ്ങളായ കീർത്തിദാസ്, മഞ്ജു എന്നിവർ സ്ഥലത്തെത്തി നായയെ ഏറ്റെടുത്തു. നായയെ ആശുപത്രിയിലെത്തിച്ച് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം ഇവർ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. നായയുടെ തലയ്ക്കുൾപ്പെടെയാണ് പരിക്ക്. ശരീരമാകെ വെട്ടേറ്റ പാടുകളുണ്ട്. അവിടെയുള്ള അയലക്കാർ പറഞ്ഞത് നായയെ പരിക്ക് പറ്റിയത് ഓണർ തന്നെ വെട്ടിയതാണെന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കിയപ്പോൾ മാരകമായിട്ടുള്ള മുറിവുകളായിരുന്നു നായ്ക്കുണ്ടായിരുന്നത്. അത് കുഞ്ഞിൻ്റെ തലയിൽ സ്കള്ളിന് വരെ പൊട്ടലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വെട്ട് തലയിലുണ്ടായിരുന്നു. കൈയുടെ ഷോൾഡർ വെട്ടി, ഷോൾഡറിൻ്റെ ഇതിറങ്ങിപ്പോയി എല്ല് പുറത്തേക്ക് വന്ന അവസ്ഥയിൽ. പിന്നെ ആ സൈഡിൽ തന്നെ ഒരു 4-5 വെട്ടുകളുണ്ട്. മൊത്തം ഒരു 8-10 വെട്ടുകൾ ആ നായയുടെ ശരീരത്തിലുണ്ടായിരുന്നു. നായയെ ഉപദ്രവിച്ച ഉടമയ്ക്കെതിരെ അനിമൽ റെസ്ക്യൂ ടീമിന്റെ പരാതിയിൽ തൊടുപുഴ പോലീസ് കേസെടുത്തു. അതേസമയം തെരുവിൽ അലഞ്ഞു തിരിയുന്നതും ഉടമകൾ ഉപേക്ഷിച്ചതുമായ മൃഗങ്ങൾക്ക് അഭയകേന്ദ്രമോ ചികിത്സാ സൗകര്യങ്ങളോ ജില്ലയിലില്ലെന്നും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും റെസ്ക്യൂ ടീം അംഗങ്ങൾ പറയുന്നു. അമൃത ന്യൂസ്, ഇടുക്കി.